मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। നല്ല രസമുണ്ട്. എന്നാ ഒന്നുകൂടെ ചെയ്. സംശയമുണ്ടോ? ഹണി, നിങ്ങൾ കാരണം എന്റെ പാല് മുഴുവൻ താഴെ പോയി. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ബ്രോ, ആദ്യം ഞങ്ങളെ വേണമെങ്കിൽ പിടിച്ചോ, പിന്നെ ഞങ്ങളെ വിട്ടേക്കണേ. സോർദാർ, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വീടൊരു കോലമാക്കി വെച്ചിരിക്കുകയാണല്ലോ. സോർദാർ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവരോടൊപ്പം ചേർന്ന് നിനക്കും കുറച്ച് കുസൃതി കൂടിപ്പോയി. മാഡം, ഇവൻ ഇതുവരെ ഫാനിന്റെ താഴെ കിടന്ന് വിശ്രമിക്കായിരുന്നു. ഒരു ജോലിയും ചെയ്തിട്ടില്ല. ഓ, എന്തോ കരയുന്നുണ്ട്. ഓ, എല്ലാം പോയി. ചോറ് കുഴഞ്ഞു തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്ന് മുഴുവൻ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഇന്നലെ ബോസിന്റെ അടുത്ത് നിന്ന് ഒരു കാരണമില്ലാതെ കുറെ വഴക്ക് കിട്ടു. പിന്നെ ഇവിടെയാണെങ്കിലോ രാവിലെ എണീറ്റപ്പോ മുതല് ഒരു പണി ശരിക്കും നടക്കുന്നുമില്ല. എന്താ ഇത്? ഗാർഡനിലെ പൈപ്പ് തുറന്നു വെച്ചിരിക്കുകയാണല്ലോ. സമുദ്രമില്ലെങ്കിൽ കറി വെക്കാൻ മീനും കിട്ടില്ല. നിങ്ങളാണെങ്കിൽ ഇന്ന് തീരെ ഉഷാറുമല്ല. അടികൈ സാറേ, ഞാൻ എന്തു പറയാനാ? കുറച്ചു ദിവസങ്ങളായിട്ട് എന്നെ ചുറ്റി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. ഒന്നുകിൽ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിൽ മാറി മാറി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പകലിൽ ആകാശത്തിൽ നക്ഷത്രങ്ങൾ മിന്നുകയുമില്ല. നിങ്ങളുടെ സമയം ഇപ്പോൾ ഒട്ടും നല്ലതുമല്ല. അടികൈ എന്റെ സമയം മോശമായിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്താ സന്തോഷിക്കുകയാണ്? നിങ്ങളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് വളരെ നാളായിട്ട് ഒരു നല്ല സ്വാമിജി അറിയാം. അദ്ദേഹം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭംഗിയായിട്ട് തീർത്തു തരും. അതെയോ? എങ്കിൽ ഉടനെ വരാൻ പറയൂ. എന്റെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ വളരെ സന്തോഷമായേനെ. ക്ലോക്കിന്റെ സൂചി ഒടിഞ്ഞതുകൊണ്ട് സമയം നിൽക്കാൻ പോകുന്നതുമില്ല. ഞാൻ പറഞ്ഞ സ്വാമിജിയുടെ വരാതിരിക്കുകയുമില്ല. അടികൈ സ്വാമിജി ആഗതനായിരിക്കുന്നു. സ്വാമിജിയായിരുന്നോ? അകത്തേക്ക് വരൂ. എന്റെ വിഷമങ്ങളൊക്കെ എന്താണെന്ന്. നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ വീട്ടിൽ ഒന്നും തന്നെ ശരിയല്ലല്ലോ. ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മൃഗങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയേറെ വിഷമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു മൃഗങ്ങളും ഇല്ലല്ലോ. പിന്നെ നീ ആരാണ്? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയോ? സ്വാമിജി, ഇവരെല്ലാവരും തന്നെ എന്റെ പെറ്റ്സ് ആണ്. എന്റെ കുട്ടികളെ പോലെയാ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരണമെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തേണ്ടതാണ്. പറ്റില്ല, എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പ്രശ്നങ്ങൾ കൂടും. വേണ്ട മാഡം, നിങ്ങൾക്ക് ഒരു കഷ്ടവും വരാൻ പാടില്ല. ഞങ്ങൾ തീർച്ചയായും പുറത്തു പോയിക്കോളാം. അതെ, ഞങ്ങള് മൂന്നാറിലേക്ക് ടൂർ പോകാവേ. കഴുതേ, വീട്ടിന് പുറത്തു പോയി താമസിക്കണം, അല്ലാതെ പിക്നിക്കിനല്ല. താമസിക്കാം. മാഡത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. സംശയമുണ്ടോ? എന്നാൽ പല വർഷങ്ങളായി നമ്മുടെ മാഡത്തിനൊപ്പം, എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതിനിപ്പോൾ ഗ്രഹനില മാറിയിരിക്കുകയാണ്. ശരിയെന്നാ, ഞങ്ങൾ ഈ വീട് വിട്ടു പോയിക്കോളാം. ഇവർ ഈ വീട് വിട്ട് എവിടേക്കും പോകുന്നില്ല. വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണേ സ്വാമിജി. വഴിയുണ്ട്. ഈ വീട്ടിലൊരു പൂജ നടത്തണം. അതിനുവേണ്ടി ചില സാധനങ്ങൾ വാങ്ങാനുണ്ട്. അതിനായി നിങ്ങൾ ഒരു 10,000 രൂപ തരേണ്ടി വരും. അതിനെന്താ തന്നേക്കാലോ. ഈ മൃഗങ്ങളെല്ലാം വീടിന്റെ പുറത്ത് താമസിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. സ്വാമിജി ഗമിക്കുന്നു.
നമ്മളോട് മാഡം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നത്? നമ്മള് കാരണം മാഡത്തിന് ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ, നമ്മൾ പുറത്ത് താമസിക്കാം. നമ്മൾ പറഞ്ഞിട്ട് വന്നിരുന്നുവെങ്കിൽ മാഡം തീർച്ചയായിട്ടും നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തു വിടില്ലായിരുന്നു. സംശയമുണ്ടോ? മാഡത്തിന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും നമ്മൾ ചെയ്തേ മതിയാകൂ. എടാ ഹണി, ഈ രാത്രി മനസമാനത്തോടെ കിടന്നുറങ്ങാൻ ഒരു സ്ഥലം കിട്ടിയതായിരുന്നു. നിന്റെ മണ്ടത്തരം കാരണം അതും പോയി. എടാ, മോളിൽ നിന്ന് താഴേക്ക് വീണു. തേനീച്ചയുടെ കൊട്ടുകൊണ്ട് കുത്തുകൊണ്ടപ്പോ കുറച്ച് തേൻ ചോദിക്കാൻ പാടില്ലായിരുന്നു നിനക്ക്? എടാ, നീ കഴുതയല്ലടാ, മരക്കഴുതയാ. സംശയമുണ്ടോ? ബന്നി, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ ആരോ ഉണ്ടെന്നാ തോന്നുന്നത്. നമുക്ക് ആരാന്ന് പോയി നോക്കാം. എനിക്കത് സംശയം തോന്നുന്നു. എടാ, ഇന്നെന്തായാലും വളരെ രസമായിരുന്നു. ഒരു സ്ത്രീയെ പറ്റിച്ച് ഞാൻ ഇന്നൊരു 10,000 രൂപ മുതലാക്കി. എങ്ങനെ? എങ്ങനെയെന്നോ, ആ മേഡത്തിന് സമയദോഷമാണ്, ഗ്രഹനിലയൊന്നും ശരിയല്ലെന്ന് ഞാൻ അങ്ങോട്ട് തട്ടിവിട്ടു. അത് വിശ്വസിച്ച് ആ സ്ത്രീ എനിക്ക് 10,000 രൂപ തരികയും ചെയ്തു. ഇയാള് മാഡത്തിനെ പറ്റിക്കുകയായിരുന്നു. വേഗം വാ, നമുക്ക് മേഡത്തിനോട് പറയാം. സംശയമുണ്ടോ? ഹണി, ബണി, പോപ്പാറ്റ്, സർദാർ, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? നിങ്ങൾക്ക് കഷ്ടം വന്നത് കൊണ്ട് ഞങ്ങൾ വീട് വിട്ട് പുറത്തു പോയതാ. പക്ഷേ ഒരു സത്യം പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സംശയമുണ്ടോ? സത്യോ? എന്ത് സത്യം? മാഡം, മാഡത്തിന് ഒരു കാര്യം അറിയാവോ? മാഡം ഒരു വിഡ്ഢിയാ. ഹാ? ഹണി, മേഡം, അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ മാഡത്തിന് വിഡ്ഢിയാക്കാൻ ഒരാള് നോക്കി. അതെ മേഡം, ആ സ്വാമി സംസാരിച്ചത് മുഴുവൻ ഞങ്ങൾ കേട്ടു. അയാൾ മാഡത്തെ പറ്റിച്ചെന്ന് പറഞ്ഞു. പക്ഷേ സർദാർ, അദ്ദേഹം പറഞ്ഞത് മാഡം ഒരു പമ്പര വിഡ്ഢിയാണെന്നല്ലേ? ഹാ? അല്ല, നിങ്ങൾ എല്ലാവരും കൂടെ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ പറയുന്നത് സത്യം മേഡം. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഈ കാതുകൊണ്ട് കേട്ടതാ. മാഡം, അങ്ങേക്ക് വിശ്വാസം ഇല്ലെങ്കില് ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം വന്ന് നോക്ക്. അപ്പൊ മാഡത്തിന് എല്ലാം മനസ്സിലാകും. ആ, ശരി എന്നാ. പക്ഷെ നിങ്ങൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് തെളിയുകയാണെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. ഞങ്ങൾക്ക് സമ്മതമാണ് സമ്മതമാണ് മേഡം. മാഡം. ബണി, ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നല്ലേ? അല്ല മേഡം, കാത്തിരിക്കാം, അവർ തീർച്ചയായും വരും. ഇന്നെന്റെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു. ഞാൻ ഇന്ന് 3 പേരെ പറ്റിച്ച് 12,000 രൂപ ഉണ്ടാക്കി. നിനക്കെന്ത് കിട്ടി? എന്റെ വലയിൽ കുടുങ്ങിയിരിക്കുന്നത് ഒരു വലിയ മത്സ്യമാണ്, കാട്കർ മാഡം. എനിക്ക് ഒരുപാട് പേരെ പറ്റിക്കേണ്ട ആവശ്യമില്ല. നീ പലരെ പറ്റിച്ച് ഇത്രയും കാശുണ്ടാക്കിയെങ്കിൽ 1-2 ദിവസത്തിനകം തന്നെ കാട്കർ മാഡത്തിൽ നിന്ന് ഞാൻ ലക്ഷങ്ങൾ അടിച്ചു മാറ്റും. കാരണം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെത്ര കാശ് വേണേലും മുടക്കും. എല്ലാ അന്ധവിശ്വാസികളാ. ഇവരെ നമുക്ക് പറ്റിക്കാൻ എന്ത് എളുപ്പമല്ലേ? അത് ശരി. അപ്പൊ ഇതായിരുന്നു അല്ലേ കാര്യം? എനിക്കുണ്ടായ പ്രയാസങ്ങളെല്ലാം സമയദോഷമാണെന്ന് പറഞ്ഞ് എന്നെ കൊള്ളയടിക്കായിരുന്നല്ലേ? ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ. പോലീസിനെ വിളിക്കണമെങ്കിൽ നീ ഇതിനകത്തൊന്നും പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? മുന്നോട്ട് വന്നാൽ എന്റെ സ്വഭാവവും മാറും, പറഞ്ഞേക്കാം. ഞങ്ങൾ എല്ലാരും വരുന്നില്ല കേട്ടോ. ഈ സോർദാർ മാത്രമേ വരുന്നുള്ളൂ. കാരണം സോർദാർ ബ്ലാക്ക് ബെൽറ്റ് ആണ്.
മതിയാക്കൂ. ആദ്യം ഇവരെ കെട്ടിയിടൂ. താങ്ക്സ്. നിങ്ങൾ കാരണം എനിക്ക് ഒരു കാര്യം പിടികിട്ടി. അന്ധവിശ്വാസം നമ്മളെ ആപത്തിലേക്ക് കൊണ്ടുവിടും. മാഡം, ഇവരെ എന്താണ് ചെയ്യേണ്ടത്? ഇവരുടെ കാര്യം ഇനി ഇൻസ്പെക്ടർ പാണ്ഡു നോക്കിക്കോളും. ഞാൻ അദ്ദേഹത്തെ ഇപ്പൊ തന്നെ വിളിക്കാൻ പോവുകയാണ്. സ്വാമിയുടെ വേഷമിട്ട് പറ്റിക്കാൻ നോക്കണോ? ഇവന്മാരെ പൊക്കി അകത്താക്ക്. നല്ല ദിവസം ചീത്ത ദിവസം എന്നൊന്നും തന്നെ ഇല്ല. എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല.